ലാൽ സലാം മോഹൻലാലിൻ്റെ രാവണപ്രഭു രണ്ടാം ദിവസവും മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. ഡിമാൻഡ് കൂടുന്നതനുസരിച്ചിട്ട് പല തിയേറ്ററുകളിലും തിരക്ക് കൂടുകയും ഒപ്പം ഷോ കൗണ്ടുകൾ കൂടുകയും ചെയ്യുകയാണ്. അപ്സരയിലും രാധയിലുമൊക്കെ നാളെ ഷോ കൗണ്ടുകൾ കൂട്ടുന്നു. ഇന്ന് തന്നെ എറണാകുളത്ത് പല സ്ഥലങ്ങളിലും ഷോ കൗണ്ടുകൾ കൂട്ടുകയും ചെയ്തു. ഇനി സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് നമുക്ക് കടന്നു വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഒന്ന് പരിഗണിക്കാം. ഒപ്പം ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം. എന്തായാലും നിങ്ങളിൽ നിന്ന് വലിയൊരു സപ്പോർട്ടാണ് പ്രതീക്ഷിക്കുന്നത്. അതിന് ഒത്ത സപ്പോർട്ടുകൾ ലഭിക്കുന്നില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. എന്തായാലും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്ന വേറെ ഒന്നുമല്ല, ആദ്യ ദിനം വെള്ളിയാഴ്ച സിനിമ 336 ഷോകൾ ആണ് നമുക്കുണ്ടായിരുന്നത്. 38,000-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയി. 59,16,000-ഓളമാണ് 59,16,000 രൂപയാണ് സിനിമയ്ക്ക് എൻഡ് ഓഫ് ഡേ കളക്ഷനായിട്ട് ലഭിച്ചിരുന്നത്. ട്രാക്കിങ്ങിലൂടെയുള്ളതാണ്. അതുകൊണ്ട് തന്നെ കേരള കളക്ഷനായി വന്നത് 74 കോടിയോളമായിരുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്നലെ 43% ഇന്ന് ശനിയാഴ്ച ഷോ കൗണ്ടുകൾ കൂടുന്നു. പക്ഷേ ട്രാക്കിങ്ങിലൂടെ വന്നിരിക്കുന്നത് ഏകദേശം 354 ഷോകൾ ട്രാക്ക് ചെയ്തു എന്നുള്ളതും 29,000-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയി എന്നുള്ളതുമാണ്. ഇപ്പോൾ തന്നെ സിനിമയ്ക്ക് 50 ലക്ഷം രൂപയാണ് ഇന്നും കളക്ഷനായി വന്നിരിക്കുന്നത്. അതായത് ഫൈനലായി നമ്മൾ പ്രതീക്ഷിക്കുന്നു ഒരു ട്രാക്കിങ്ങിലൂടെ തന്നെ ഒരു 65 ലക്ഷം രൂപ വരുമെന്നുള്ളത്. അതായത് ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏകദേശം 85-90 ലക്ഷം രൂപ നേടുമെന്നുള്ളതാണ്. ട്രാക്കിങ്ങിലൂടെ മാത്രം വന്നിരിക്കുന്ന കണക്കുകൾ നോക്കുമ്പോൾ 45,57,867-ഓളമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായ കണക്കുകളിൽ കാണാൻ കഴിയുന്നത്. നമുക്ക് 690-ഓളം ഷോകൾ ഇതുവരെ നടന്നതായി കാണുന്നു. 66,000-ന് മുകളിലുള്ള ആളുകൾ ടിക്കറ്റ് എടുത്തതായി കാണുന്നു. 1,05,00,000 രൂപയോളമാണ് കളക്ഷനായി കാണുകയും ചെയ്യുന്നത്. എന്തായാലും 2 ദിവസങ്ങൾ കൊണ്ട് സിനിമ 1,15 കോടിക്ക് മുകളിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടും. ഒരുപക്ഷെ 1.5 കോടിയിലേക്ക് എത്തുമെന്നുള്ളതാണ്. ഇതുകൂടാതെ ബാംഗ്ലൂരിലും തമിഴ്നാട്ടിലും ഹൈദരാബാദിലും എല്ലാം തന്നെ നല്ല മികച്ച പ്രകടനം തന്നെയാണ്. ബാംഗ്ലൂരിൽ നമുക്ക് മികച്ച രീതിയിലുള്ള ബുക്കിംഗ്, അതായത് എല്ലാ ഷോകളും ഓൾമോസ്റ്റ് ഫുൾ എന്നുള്ള ലെവലിൽ തന്നെയാണ് കാണാൻ കഴിയുന്നത്. എന്ന് വേണ്ട, കേരളത്തിൽ നാളെയും അഡ്വാൻസ് ബുക്കിംഗ് ചാർട്ട് ചെയ്തിരിക്കുന്നു. ഏകദേശം 30 ലക്ഷം രൂപയോളമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഒരു സിനിമയ്ക്ക്. എന്തായാലും മികച്ച രീതിയിൽ തന്നെ ഈ ഒരു സിനിമ മുന്നോട്ട് പോകുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, മോഹൻലാൽ ഫാൻസ് ഈ സിനിമ കാണുകയല്ല ചെയ്യുന്നത്, അവർ ആഘോഷിക്കുകയാണ് ചെയ്യുന്നതെന്ന് പറയാം. പാട്ടിനൊപ്പം നൃത്തം വെച്ചും ഒപ്പം സിനിമ തിയേറ്ററിലേക്ക് കയറുന്നതിന് മുമ്പ് ആഘോഷിച്ചും അതിനുശേഷം ഇറങ്ങുമ്പോഴും പൂർണ്ണ സന്തോഷത്തോടെ ഒരു 2.5 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ ചിലവഴിച്ചിട്ട് വരുന്ന ആ ഒരു അവസ്ഥ നമ്മൾ കാണുന്നു. അതുതന്നെയാണ് ഒരു സിനിമ എൻ്റർടൈനർ ആകുന്നതിൻ്റെ ഏറ്റവും വലിയ കാര്യവും. 21 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഈ ഒരു സിനിമ ഇത്രത്തോളം എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാക്കിയത് മോഹൻലാൽ മാത്രമല്ല, മോഹൻലാൽ ആരാധകർ കൂടിയാണ്. അവരാണ് ഇതിനെ ഇത്രത്തോളം ഗംഭീരമായ ഒരു സിനിമയായി മാറ്റിയിരിക്കുന്നത്. ബാക്കിയുള്ള നടന്മാരുടെ ആരാധകർ ഇത് കണ്ടു പഠിക്കേണ്ട കാര്യം തന്നെയാണ്. അതുതന്നെയാണ് വേണ്ടത്. കാരണം എത്രയോ നല്ല സിനിമകൾ മലയാളത്തിലുണ്ട്. പക്ഷേ എന്തുകൊണ്ട് റിലീസിന് വരുമ്പോൾ മോഹൻലാൽ സിനിമകൾക്ക് മാത്രം ഗംഭീരമാകുന്നു? അത് ചിന്തിച്ചാൽ മതി. മോഹൻലാൽ ഫാൻസ് അത്ര ഗംഭീരമാണ്. അതുകൊണ്ട് തന്നെയാണ് മോഹൻലാലിൻ്റെ ഓരോ സിനിമയും അതിഗംഭീരമായി മാറുകയും ചെയ്യുന്നത്. എന്തായാലും കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം. താങ്ക് യു. ലാൽ സലാം.